നേഴ്സാണോ? നിങ്ങൾക്ക് സൗദി അറേബ്യ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്കും സൗദി അറേബ്യയിൽ നേഴ്സാണോ? ഹലോ, ഞാൻ അമല. ഞാൻ റിയാദിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ 2021 സെപ്റ്റംബറിലാണ് സൗദി അറേബ്യയിൽ റിയാദിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, ജസ്റ്റ് ആർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നോർത്തിട്ടാണ്. കാരണം കുറേ പേര് എനിക്ക് പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. ആദ്യമായി നമുക്ക് വേണ്ടത് HRD അറ്റസ്റ്റേഷൻ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് അവിടെ നിങ്ങൾ HRD അറ്റസ്റ്റേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡാറ്റ ഫ്ലോയ്ക്ക് അയയ്ക്കുക. അതിനുവേണ്ടി ഏതെങ്കിലും നല്ലൊരു ഏജൻസിനെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. HRD അറ്റസ്റ്റേഷന് ശേഷം ഡാറ്റ ഫ്ലോയ്ക്കും ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സൗദി പ്രോമട്രിക് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും വിത്ത് ലൈസൻസ് നമ്മൾ ഇവിടേക്ക് വരാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും സെക്യൂർ ആയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് നിൽക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സൗദി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് മുമാരിസ് പ്ലസ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിങ്ങൾക്കൊരു ഇമെയിൽ ID പാസ്വേഡ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഏജൻസിക്കാരെ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇനി മുമാരിസ് പ്ലസ്സിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിയുമ്പോൾ അതിലാണ് ലൈസൻസ് അപ്പിയർ ആവുന്നത്. അത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് റിന്യൂവലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഇമെയിലും പാസ്വേഡും മിസ്സാക്കി കളയരുത്. അപ്പോൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും നല്ലൊരു ഏജൻസിയോ അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്ററിലോ പോയിട്ട് പ്രോമെട്രിക് എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആഫ്റ്റർ പാസ്സായതിനു ശേഷം നിങ്ങൾ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഏജൻസി ത്രൂ ആണ് എപ്പോഴും ഇന്ത്യക്ക് സൗദി അറേബ്യയിലേക്കുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റൽ സൈറ്റുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് എത്രമാത്രം പോസിബിൾ ആണ് എന്നുള്ളത് സംശയമുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമുക്ക് MOD, MOH, യൂണിവേഴ്സിറ്റി ബേസ്ഡ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ്, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെക്ടറിലേക്കുള്ള ഇൻ്റർവ്യൂസ്. ഇതൊക്കെയാണ് മെയിനായിട്ടും സൗദിയിലേക്ക് വേണ്ടി നാട്ടിൽ നടക്കുന്ന ഇൻ്റർവ്യൂ സെക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വഴി കാണാൻ പറ്റും. ഇപ്പോൾ MOHൻ്റെ ഇൻ്റർവ്യൂസ് വളരെ കുറവാണ്. കാരണം 2030 സൗദി വിഷൻ അനുസരിച്ച് സൗദി സിവിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഇന്ത്യൻസിൻ്റെ ഇൻടേക്ക് വളരെ കുറവാണ്. ബട്ട് നമുക്ക് കുറേ ഹോസ്പിറ്റലുകൾ ഓപ്പൺ ആവുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അത് കീപ്പ് ഓൺ സെർച്ചിങ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. ലൈസൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. വിസ അക്കോർഡിംഗ് ടു ഹോസ്പിറ്റലിൻ്റെ ഗൈഡ് ലൈൻസും അവർ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ കോൺട്രാക്റ്റ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. ഇയർലി കോൺട്രാക്റ്റ് തരുന്നവരുണ്ട്, 2 ഇയേഴ്സിൽ കോൺട്രാക്റ്റ് തരുന്നവരുണ്ട്. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ 2021 സൗദിയിലേക്ക് വരുമ്പോൾ ഞാനൊരു ഏജൻസിയിലേക്ക് ബന്ധപ്പെട്ടു. നല്ലൊരു ഏജൻസി ആയിരുന്നു. ഏജൻസി സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. HRD അറ്റസ്റ്റേഷൻ ഞാൻ നാട്ടിലാണ് ഡിപ്ലോമ പാസ്സായത്. ഞാൻ ബാംഗ്ലൂരാണ് പോസ്റ്റ് BSc ചെയ്തത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ രജിസ്ട്രേഷനും HRDയും ചെയ്തതിന് ശേഷം വാലിഡ് രജിസ്ട്രേഷൻ നമുക്ക് എന്താണെങ്കിലും കൺട്രിയിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം ഞാനിത് എൻ്റെ ഏജൻസിനെ ഏൽപ്പിച്ചു. അവരെനിക്ക് ഡാറ്റ ഫ്ലോ ചെയ്ത് തന്നു. ആ റിപ്പോർട്ട് പോസിറ്റീവ് ആയതിനു ശേഷം ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് സൗദിയിലേക്ക് വരികയാണ്. ഞാൻ എക്സാം ഇവിടെ വന്നതിന് ശേഷമാണ് എഴുതിയത്. സുലൈമാൻ ഹബീബിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. HMG മെഡിക്കൽ ഗ്രൂപ്പിലാണ് മെയിനായിട്ടും നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. അന്ന് ഒത്തിരി നഴ്സസിൻ്റെ പോസ്റ്റ് കോവിഡ് ടൈമായിരുന്നു. അപ്പോൾ ഒത്തിരി അതിൻ്റെയൊക്കെയുള്ള സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർ തന്നെ നമുക്കെല്ലാം ക്രിയേറ്റ് ചെയ്ത് എക്സാം എഴുതിച്ച് അങ്ങനെയാണ് ഞാൻ ജോലിയിലേക്ക് കയറുന്നത്. അപ്പം ഞാൻ പക്ഷേ പലപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് കിട്ടി. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ലൈസൻസ് എടുത്തതിന് ശേഷം വരാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ഏജൻസിക്കാർ നിങ്ങളുടെ അടുത്ത് പറയും നാട്ടിൽ വന്ന് ഇവിടെ വന്ന് എഴുതിയാൽ മതി എന്നൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അവിടെ നിന്ന് എഴുതിയിട്ട് വരിക. എന്നെ സംബന്ധിച്ച് അന്ന് ഇതിനുള്ള സാഹചര്യങ്ങൾ പെട്ടെന്നായിരുന്നു, വിസ ശരിയായതും ഇൻ്റർവ്യൂസൊക്കെ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കയറി വരേണ്ടി വന്നു. എക്സാമിനുള്ളൊരു ടൈം കിട്ടിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ലൈസൻസ് എടുത്തതിന് ശേഷം വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ടിക്കറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി ആയിരിക്കും. മോസ്റ്റ്ലി എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അവയർനെസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കമ്പനി ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പം നിങ്ങളെപ്പോഴും ആ കമ്പനിയുടെ അണ്ടറിലുള്ള സ്റ്റാഫായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഏത് ഹോസ്പിറ്റലിലാണ് എവിടെയാണെന്നുള്ളത് വളരെ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം സൗദിയിലേക്ക് വരിക. സൗദിയിൽ മെയിനായിട്ടും
ഇപ്പോൾ സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ മെയിൻ സിറ്റീസ് എല്ലാവർക്കും അറിയാം, റിയാദ്, ദമാം, ജിദ്ദ, ഇതാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോലിക്ക് കയറാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു റിഗ്രറ്റ് തോന്നരുത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പ്രോസസ്സിങ്. പിന്നെ സൗദിനെ സംബന്ധിച്ച് നമുക്ക് ജീവിക്കാനും നേഴ്സുമാർക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും റൂൾസും റെഗുലേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസീനെ ബന്ധപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ സെയിം ID തന്നെയാണ്, അമലാലി സാബു എന്ന് പറയുന്ന ID തന്നെയാണ് ഫേസ്ബുക്കിലുള്ളത്, യൂട്യൂബിലുള്ളത്, ഇൻസ്റ്റഗ്രാമിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറി എനിക്ക് മെസ്സേജ് ചെയ്താൽ ഓഫ് കോഴ്സ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. അപ്പോൾ അനദർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും